എല്ലാവർക്കും നമസ്കാരം. ഒരു KSEB ബില്ല് കാണിക്കാം. ഈ കഴിഞ്ഞ മാസം വന്ന ഒരു ബില്ലാണ്. 3163 രൂപയാണ് ബില്ല്. എൻ്റെ ഒരു സുഹൃത്തിന് വന്നതാണ്. ആ ബില്ലൊന്ന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ എനർജി ചാർജ് 818 രൂപ 85 പൈസ, ഡ്യൂട്ടി 81 രൂപ 89 പൈസ, ഫ്യൂവൽ ചാർജ് 14 രൂപ 77 പൈസ, ഫിക്സഡ് ചാർജ് 410 രൂപ, മീറ്റർ വാടക 30 രൂപ, സബ്സിഡി മൈനസ് ഒരു 93 രൂപ 50 പൈസ, പിന്നെ ഒരു റൗണ്ട് ഓഫ് 1 പൈസ, അങ്ങനെ 1262 രൂപ. പിന്നെ എഴുതിയേക്കുന്നത് ACD ഒരു 1863 രൂപ. പിന്നെ എഴുതിയേക്കുന്നത് റീകണക്ഷൻ കൊടുത്തതിന് ഒരു 30 രൂപ, സമയത്ത് അടയ്ക്കാൻ ഞാനൊരു 8 രൂപ പിഴ. അങ്ങനെ എല്ലാം കൂടെ 3163 രൂപ മൊത്തം ബില്ലായി. അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വീട്ടിൽ ആകെ വർക്ക് ചെയ്യുന്നത് 2-3 ക്യാമറയും അതിൻ്റെ കമ്പ്യൂട്ടറും രാത്രിയിൽ ഒരു 3-4 LED ബൾബ് മാത്രമാണ്. അപ്പോൾ അതെന്നെ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടുടമസ്ഥൻ കുടുംബമായിട്ട് യൂറോപ്പിലാണ് താമസം. കാലങ്ങളായിട്ട് യൂറോപ്പിലാണ് താമസം. കഴിഞ്ഞ വർഷം 24 അവസാന സമയങ്ങളിൽ ഒന്ന് കേരളത്തിൽ വന്നിട്ട് പോയതാണ്. കുടുംബമായിട്ട് അവിടെയാണ്. ഭാര്യയും ഭർത്താവും മക്കളും മരുമക്കളും എല്ലാം അവിടെയാണ്. അപ്പോൾ ആളില്ലാത്ത ഒരു വീടിൻ്റെ 2 മാസത്തെ കറണ്ട് ബില്ലാണ് 3163 രൂപ. ഇതിനകത്ത് ഡിസ്കണക്റ്റ് ചെയ്തിട്ടുമില്ല, അത് തിരിച്ച് കണക്ഷൻ കൊടുത്തിട്ടുമില്ല. പക്ഷേ 30 രൂപ അതിനും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പലിശയായിട്ട് ഒരു 8 രൂപ വേറെ ഇട്ടിട്ടുണ്ട്. എനർജി ചാർജ് എന്ന് പറയുന്നത് 818 രൂപ 85 പൈസ, ഡ്യൂട്ടി 81 രൂപ 89 പൈസ, ഫിക്സഡ് ചാർജ് ഒരു 410 രൂപ, ഫ്യൂവൽ ചാർജ് ഒരു 14.77. ഇതൊക്കെ എന്നാ ഒടുക്കത്തെ ചാർജാണോ എന്നതാണോ ആർക്കും അറിയാനും മേല. 2-3 ക്യാമറയും 4 LED ബൾബും ഉള്ള ഒരു വീടിൻ്റെ 2 മാസത്തെ കറണ്ട് ബില്ലാണ് 3143 രൂപ. എനിക്ക് ഈ ബില്ല് അയച്ചിട്ട് തന്നിട്ട് പറഞ്ഞു, എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും? ഞങ്ങൾ എന്നാ ദ്രോഹമായി നാടിനോട് ചെയ്തത്? എന്നെ പണിയായി ഇവന്മാർ ഈ പന്നന്മാർ കാണിക്കുന്നത്? പൊട്ടിത്തെറിക്കുക മനുഷ്യൻ. ഇനി ഈ ഒടുക്കത്തെ മേടിച്ചിട്ടാണ് ഈ 20-ാം തീയതി 19 വയസ്സുള്ള ഒരു യുവാവ് ബൈക്കേ പോയത് മറിഞ്ഞ് വീണ് കമ്പിയിലോട്ട് വീണ് കറണ്ട് അടിച്ച് മരിച്ചു. വേറെ 62 വയസ്സുള്ളൊരു വീട്ടമ്മ കഴിഞ്ഞ ദിവസം മരിച്ചു. അത് ഒരു കമ്പൊടിഞ്ഞ് ലൈൻ കമ്പിയിലോട്ട് വീണു, ലൈൻ കമ്പിയും കൂടെ പൊട്ടി താവോട്ട് വീണിട്ടും ഇത് ആ കമ്പയിലും കണ്ട് വന്ന് പിടിച്ചതാണ്. ആ വീട്ടമ്മ മരിച്ചു. അത് കൊയിലാണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. 62 വയസ്സുള്ള ഒരു വീട്ടമ്മ മരിച്ചു. 19 വയസ്സുള്ളൊരു യുവാവ് വഴി പൊട്ടിക്കിടന്ന കമ്പിയെ കയറി കറണ്ട് അടിച്ച് മരിച്ചു. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്, മഴവെള്ളം കമ്പിയെ വീണ് കഴിഞ്ഞാൽ കറണ്ട് പോകാനുള്ള ടെക്നോളജി ഇവന്മാരുടെ കയ്യിലുണ്ട്. മഴവെള്ളം കമ്പിയെ വീണാൽ മതി, കറണ്ട് പോകും. മഴക്കാർ കണ്ടു കഴിഞ്ഞാൽ കറണ്ട് പോകാനുള്ള ടെക്നോളജി വരെ ഇവരുടെ കയ്യിലുണ്ട്. പക്ഷേ ലൈൻ പൊട്ടി താഴെ വീണാൽ ഈ പണ്ടാരം ഓഫായി വരാം. എന്തുകൊണ്ടാണ് ലൈൻ അങ്ങനെ ഓഫാകാത്തത്? ഇത്രയും വലിയ സാങ്കേതിക വിദ്യ ഉള്ളതുകൊണ്ട് ഇത് ഈ ലൈൻ പൊട്ടി താഴെ വീണ് കഴിഞ്ഞാൽ മരമൊക്കെ ഒടിഞ്ഞ് ലൈനെ വീണിട്ടും ഈ കറണ്ട് കമ്പി പൊട്ടി താഴെ വീഴുമ്പം എന്തുകൊണ്ട് അത് ഓഫാകുന്നില്ല? കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, കറണ്ട് അടിച്ചിട്ട് മിഥുൻ എന്ന ഒരു വിദ്യാർത്ഥി മരിച്ചു. വിദ്യാർത്ഥി ചെരുപ്പുറത്തെറിഞ്ഞ് കളഞ്ഞ് ഷീറ്റിൻ്റെ പുറത്ത് കയറി. ഇനി അതിന് അറിവില്ലാത്തതാണ് കയറിയെന്ന് വിചാരിക്കാം. അങ്ങനെ കയറിയെന്ന് വിചാരിക്കുമ്പം ഈ സ്കൂളിൻ്റെ ഷെഡിൻ്റെ മണ്ടേ കൂടെ ഈ കറണ്ട് കമ്പി നിലനിർത്തുന്ന അധ്യാപകർക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിൻ്റെ ഭരണസമിതിയുടെ ഒരാൾ പറഞ്ഞത് തൊട്ട് ചെരുപ്പുറത്തെറിഞ്ഞ് കളിച്ചത് അതിൻ്റെ മണ്ടേ കറണ്ട് കമ്പി കിടക്കുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന്. KSEBിയുടെ ഭാഗത്ത് 100% തെറ്റുണ്ട്. ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു ചെറിയ വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ചെന്നായിരുന്നു ഇവന്മാർ കണക്ഷൻ കൊടുക്കുമായിരുന്നോ? ഇവന്മാർ ഒരു കാരണവശാലും കണക്ഷൻ കൊടുക്കില്ല. അവസാനം അതെന്ത് വേണ്ടി? ഒരു കുട്ടിയുടെ മരണത്തിൽ അത് കലാശിച്ചു. ഇതൊരു വീട്ടുകാർക്കൊരു കണക്ഷൻ കൊടുക്കുന്ന കേസായിരുന്നു ഈ KSEBക്കാർ ഇത് സമ്മതിക്കുമായിരുന്നോ? സമ്മതിക്കല്ല.
ഇനി ഈ സ്കൂളിലെ ടീച്ചർമാരുടെയോ അവരുടെ ആരുടെയേലും വീട്ടിലായിരുന്നു അവർ ഈ പണി കാണിക്കുമോ? കാണിക്കല. ഏറ്റവും സങ്കടം, ഈ വിദ്യാർത്ഥി മരിച്ചു കിടക്കുമ്പം ഒരമ്മച്ചി മന്ത്രി സുംബ കളിക്കാൻ പോയി. ഒരാൾ മരിച്ചു കിടക്കുക, അവരുടെ വീട്ടിലാണ് മരിച്ചു കിടക്കുന്നവർ ഈ പണി കാണിക്കുമോ? സത്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് ഈ ഭരിക്കുന്നവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് സുംബയായിട്ടും സിംബായിട്ടും ഒക്കെ ഇവരങ്ങ് നടക്കുക. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്തിനാ തെരഞ്ഞെടുത്ത് വിട്ടെന്നറിയത്തില്ല, എന്നതാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എങ്ങനെയാലും 6 മാസവും കൂടെ ഒന്ന് തികച്ചാൽ ഈ ഘട്ടം ശമ്പളം എല്ലാം ഉണ്ടല്ലോ, പിന്നെ പെൻഷനായി, സംവിധാനമായി, സാഹചര്യമായി വളരെ സന്തോഷപൂർവ്വം അവിടെ നിൽക്കുക. എന്താ ഇതിങ്ങനെയാകുന്നത്? ആരും ചോദിക്കാനില്ലെന്നുള്ള പരസ്യമായ അഹങ്കാരം, ഒരുത്തനെയും പേടിക്കാനില്ലെന്നുള്ള പരസ്യമായ അഹങ്കാരം അല്ലേ കാണിക്കുമോ ഇങ്ങനെ? ഇതിനു മുമ്പ് കേരളത്തിലെ എല്ലാ പാർട്ടികൾക്കും മുഖ്യമന്ത്രിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്, മന്ത്രിമാരും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊന്നും കാണിക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ ഇല്ലായിരുന്നു. നയനാരുടെ കാലത്തായിരുന്നെങ്കിലും, അച്യുതാനന്ദൻ്റെ കാലത്തായിരുന്നെങ്കിലും, ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നെങ്കിലും, കരുണാകരൻ്റെ കാലത്തായിരുന്നെങ്കിലും ഇങ്ങനെയൊന്നും കാണിക്കുകയല്ലായിരുന്നു. ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടെന്നുള്ള ഒരു ചിന്തയാണെന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരുത്തനും ഒന്നിനെ പേടിക്കണ്ട. ആര് മരിച്ചാലെന്നാ? കരണ്ടാണോ? അടിക്കും, അടിച്ചാലോ മരിക്കും, മരിച്ചാലോ അടക്കും. ഞങ്ങൾ എന്നാ കാണിക്കും? സുംബ കളിക്കും. ഞങ്ങൾ സുംബ കളിക്കും, ഞങ്ങൾക്ക് എന്നാ പേടിക്കാണ്ടിരിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ കറണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേരളം. ഇതുപോലെ 6 പുഴകൾ, വെള്ളം, ഡാമുകൾ. ഇത്രയും വർഷം മുമ്പ് പണിത ഡാമിൻ്റെ ചിലവൊക്കെ തീർന്നല്ലോ. ഈ ചിലവൊക്കെ തീർന്നിട്ട് ഇതുപോലെ ചിലവ് കുറഞ്ഞ് ഈ കറണ്ട് എടുക്കുമ്പം ഈ ബില്ലിനകത്ത് നമ്മൾ നോക്കിയാൽ 818 രൂപ 85 പൈസ. ഞാൻ അത് യൂണിറ്റിന് 8 രൂപയ്ക്ക് മുകളിൽ ചാർജ് ഇട്ടിരിക്കുക. ഈ യൂണിറ്റ് എന്ന് പറഞ്ഞ് ഉപയോഗിച്ചതും അല്ലെന്ന് നോക്കണം. ആളില്ലാത്ത വീട്ടിൽ എങ്ങനെയാണ് കറണ്ട് ഉപയോഗിക്കുന്നത്? ആളില്ലാത്ത വീട്ടിൽ ഫ്രിഡ്ജ് ഊരിയിട്ടിരിക്കുന്നു. ആളില്ലാത്ത വീട്ടിൽ മോട്ടർ അടിക്കേണ്ട കാര്യമില്ല. ആളില്ലാത്ത വീട്ടിൽ വേറെ ഒരു ഉപകരണമില്ല, മിക്സിയില്ല, ഒരു സാധനവും ഇല്ല. ആൾ യൂറോപ്പിൽ കിടക്കുക. ഈ KSEBയുടെ തലപ്പത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയട്ടെ, നിങ്ങൾ ഈ വെളിയിൽ കിടക്കുന്ന ആളുകളോട് ഇതുപോലത്തെ പന്നപ്പണി കാണിക്കരുത്, ഇത് കൂട്ട് കന്നന്തിരിവ് കാണിക്കരുത്. ഇതുങ്ങളെല്ലാം കൂടെ മടുത്ത് കഴിഞ്ഞ് ഈ പാണ്ടാരം വേണ്ടെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഇത് തീരുമില്ലെന്ന്. എന്നിട്ടോ ഈ ഒടുക്കത്തെ മേടിച്ചിട്ട് മുഴുവൻ ശമ്പളവും പെൻഷനുമായിട്ട് കൊടുക്കുക. 10ാം ക്ലാസ് ജയിച്ചവന്മാർ അതിനകത്ത് പകുതി എണ്ണമില്ല. ഇതിൻ്റെ തലപ്പത്തൊക്കെ ഇരിക്കുന്നവർ കുറച്ചെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഈ ജനത്തിനിട്ട് ഇത് കൂട്ട് ചെയ്യരുതെന്ന്, ഇത് കൂട്ട് ദ്രോഹം ചെയ്യരുതെന്ന്. ആളില്ലാത്ത വീടിനൊക്കെ ഇത്രയും കറണ്ട് ബില്ല് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു, ഇത് കോടതി പോകേണ്ട ഗതിയിലോട്ടാണല്ലോ ഇത് പോകുന്നതെന്ന്. കോടതി പോകേണ്ട അവസ്ഥയിലോട്ടാണല്ലോ വരുന്നതെന്ന്. ഇത് വെളിയിലുള്ളവരെല്ലാം കൂടെ ഇത് അവസാനം വലിയൊരു തലവേദന ആയിക്കഴിഞ്ഞാൽ ഈ അടച്ചിട്ടിരിക്കുന്ന വീടുകൾക്കെല്ലാം കൂടി ഇത് പറ്റുകയില്ലെന്നും പറഞ്ഞ് കോടതി പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നാൽ ഈ മനുഷ്യരെല്ലാം കൂടെ ചേർന്ന് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് കോടതിയിലോട്ട് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ ഇവിടുത്തെ കളികളെല്ലാം നിൽക്കും. അത് നിൽക്കാനുള്ള പണി ഉണ്ടാക്കരുത്. സുംബ കളിക്കാതെ ഏൽപ്പിച്ചവൻ സുംബ കളിക്കാൻ വേണ്ടിയല്ല തിരഞ്ഞെടുപ്പ് വിട്ടത്. അത് തിരഞ്ഞെടുത്ത് വിട്ടവർ അതിൻ്റെ ഉത്തരവാദിത്വം അനുസരിച്ച് അതിനനുസരിച്ച് നിൽക്കണമെന്നും അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.